ADM നവീൻ ബാബുവിന്റെ വീട്ടുകാർ CBI അന്വേഷിക്കണം എന്നൊരു ആവശ്യമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പം KK രാഗേഷ് ഇതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. VD സതീശൻ സുപ്രീം കോടതിയേക്കാൾ വലുതാണോ എന്ന്. കാരണം മുൻ സർക്കാർ CBI അന്വേഷിക്കേണ്ടെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വേണ്ടാന്ന് വെച്ചു എന്നാണ് മുൻ സർക്കാർ പറഞ്ഞത്. അപ്പം ഇപ്പോഴത്തെ സർക്കാർ നവീൻ ബാബുവിന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തു പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് രാഗേഷിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വന്നത്. അപ്പൊ ഇവർ ഈ രാഗേഷും CPM ഇതിനെ ഭയക്കുന്നത് എന്തിനാണ് ഈ കേസ് വരുന്നതിന്? അതായത് LDF ഭരിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ 10 വർഷം CPM ഭരണത്തിൽ ഇവർ കുഴിച്ചു മൂടിയ ഒരുപാട് സത്യങ്ങളുണ്ട്. അതിലൊരു സത്യമാണ് നവീൻ ബാബുവിന്റെ ആ ഒരു മരണത്തിലെ ദുരൂഹത. ആ മരണത്തിലെ ദുരൂഹത മാത്രമല്ല, അതിന് പിന്നിലെ നടന്ന കുറെ ഗൂഢാലോചനകളും മാത്രമല്ല ആ ഒരു വിവാദങ്ങളും അത് CBI അന്വേഷണത്തിൽ പുറത്തേക്ക് തള്ളപ്പെടും. അല്ലെങ്കിൽ CBI അന്വേഷണം വന്നാൽ ഇതെല്ലാം പുറലോകമറിയും, ഇവർക്കെല്ലാം അർഹിച്ച ശിക്ഷയും കിട്ടും. ഇതിലൊരു ഈ ഒരു കാര്യത്തിൽ, അതായത് CBI അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തരാകുന്നത് ഒരുപാട് സത്യങ്ങൾ മറച്ചു വയ്ക്കുന്ന ഇതുപോലുള്ള മുതിർന്ന CPM പ്രവർത്തകരാണ്. KK രാഗേഷ് മറ്റൊരു പ്രസ്താവന നടത്തി, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. ഒരാളുടെ കുടുംബത്തിന് ആ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ ഒരു ആഗ്രഹം, അതിന് CBI അന്വേഷിക്കാൻ കൊടുക്കുന്നു. അതിലെവിടെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? രാഷ്ട്രപേരിതം ഇവരുടേതായിട്ടുള്ള പാർട്ടിയുടേതായിട്ടുള്ള ഇടപെടലുകളാണ്. അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം PP ദിവ്യ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. CBIയുടെ അന്വേഷണം നടക്കരുത്, അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ തള്ളിയ ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകേണ്ടതില്ല. പാർട്ടി കോടതി അന്വേഷിച്ച് സോൾവാക്കിയ, അല്ലെങ്കിൽ പാർട്ടി കോടതിയിൽ അന്വേഷിച്ച് തീർപ്പാക്കിയ ഒരു കേസ് വീണ്ടും ശരിക്കുള്ള സുപ്രീം കോടതി അല്ലെങ്കിൽ ശരിക്കും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തികളുമാണ് ഇപ്പോൾ കണ്ണൂരിലെ സഖാക്കൾ തച്ചിനിരുന്ന് അല്ലെങ്കിൽ ആ ഉരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഈ ഒരു നവീൻ ബാബുവിൻ്റെ കേസ് ആ ഒരു പുറംലോകം പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറംലോകം പറഞ്ഞാൽ ഇവിടെ പല നേതാക്കളുടെയും ഒരു പൊയ്മുഖം അഴിഞ്ഞു വീഴും. അതിൽ ഭയന്നാണ് ഈ ഒരു പോറോട്ട് നാടകം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത്. ഇതിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ CBIക്ക് കൈമാറുന്ന ആദ്യത്തെ കേസാണ്, അതായത് UDF സർക്കാർ കൈമാറുന്ന ആദ്യത്തെ കേസ് അവർ അധികാരത്തിന് വന്നതിന് ശേഷം. അപ്പോൾ അതിന് ആ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് കോട്ടം സംഭവിച്ചു, അല്ലെങ്കിൽ സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിന് പിന്നോട്ടടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സോകോൾഡ് സഖാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പിന്നിൽ മുഖ്യമായ ഒരു മുഖ്യമായ അജണ്ട ഉണ്ട്. കാരണം ഈ ഒരു കണ്ണൂരിലെ ഏതോ വലിയൊരു നേതാവ്, അത് ഇപ്പോൾ CBI അന്വേഷണം വന്നാൽ ആ ഒരു നേതാവിനെ അഴിക്കുള്ളിലാവും. അതിലുള്ള ഒരു പരിഭ്രാന്തിയാണ് ഇന്ന് അവർ കാണിച്ചു കൂട്ടിയതല്ല. ചേട്ടൻ പറഞ്ഞതുപോലെ PP ദിവ്യയോ പ്രശാന്തനോ ഒന്നുമല്ല, ഇതിന് പുറകിൽ ഏതോ ഒരു വലിയ നേതാവ്, രാഷ്ട്രീയ നേതാവ് തന്നെ ഉണ്ടെന്ന് ഇവരുടെ ഈ പരിഭ്രാന്തവും പേടിയും കൊണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും. തീർച്ചയായും. കാരണം ഇവർക്കെല്ലാം അവരെ സംരക്ഷിക്കണം. അതേസമയം ഈ ഏറ്റവും ഒരുപാട് കാലങ്ങളായിട്ട് CPIയുടെ അനുഭാവിയായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇടപെടാൻ പോലും ആ ഒരു പാർട്ടി തയ്യാറാകുന്നില്ല. മറുവശത്ത് PP ദിവ്യ, അല്ലെങ്കിൽ ആ ഒരു മുന്നിൽ നിൽക്കുന്ന PP ദിവ്യ, പ്രശാന്തൻ അല്ലെങ്കിൽ അവർക്ക് പിന്നിലുള്ള ഒരു വലിയ ശക്തി, അവരെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി ശ്രമിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നില്ല ഇവരുടെ ഒരു ഇരട്ടത്താപ്പ്. കാരണം അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെയോ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ കൂടെയല്ല, കാശുള്ളവൻ്റെ കൂടെ അല്ലെങ്കിൽ അധികാരമുള്ളവൻ്റെ കൂടെയാണ് ഈ ഒരു പാർട്ടി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. കാരണം ഈ ഒരു സാധാരണക്കാരുടെ പാർട്ടി എന്ന് എല്ലാവരും പറഞ്ഞ് ഘോഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാർട്ടി ഇപ്പോൾ ഏറ്റവും രീതിയിൽ അധപ്പതിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ കുടുംബം CPM അനുഭാവികളായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അവർ സഹായം തേടിയിരിക്കുന്നത് കോൺഗ്രസ് VD സതീശനെയാണ്. അപ്പോൾ അവർക്ക് ആ പാർട്ടിയോടുള്ള വിശ്വാസം എത്രത്തോളം നഷ്ടമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും. അത് ആ 2024 നടന്ന സംഭവമാണ്. ഇതുവരെ ആ വീട്ടിൽ പോയി MV ഗോവിന്ദൻ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് പറയുകയും മറുവശത്ത് PP ദിവ്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഒളിവിൽ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തി. അവസാനം പോലീസ് സ്റ്റേഷൻ്റെ ഒരു മറുവശത്ത് നിന്നാണ് ഇവർ വന്ന് ഹാജരായത്. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി ഒരു 10 ദിവസത്തിന് ശേഷം അവർ ജയിൽ മോചിതയാകുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തോ ഒരു
ഒരു മറിഞ്ഞിരിക്കുന്നത് നിഗൂഢത ഈ ഒരു മരണത്തിലും അല്ലെങ്കിൽ ആ ഒരു കാരണത്തിലും അദ്ദേഹത്തിന് ആ മരണത്തിലേക്ക് നയിച്ച ആ കാരണത്തിലും ഉണ്ടെന്ന്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരണം, അല്ലെങ്കിൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ കണ്ണൂരിലെ പാർട്ടിയുടെ ആ ഒരു മുഖച്ഛായ അല്ലെങ്കിൽ പ്രതിച്ഛായ തകർന്ന് തരിപ്പണമാവും. അത് ഇവർക്ക് ഉണ്ടാവരുത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതോ ഒരു കൊമ്പൻ, ഏതോ ഒരു മറിഞ്ഞിരിക്കുന്ന പ്രമുഖൻ, ആ ഒരു പ്രമുഖൻ്റെ കയ്യിൽ നിന്നും ബിനാമി പണം വഴി അല്ലെങ്കിൽ മറ്റൊരു ഇൻവെസ്റ്റർ വഴി ധാരാളം പ്രതിഫലം ഇവർക്ക് നേടിയിട്ടുണ്ട്. ആ ഒരു പ്രതിഫലത്തിനുള്ള നന്ദി കൂടിയാണ് ഈ കാണിക്കുന്നത്. അതല്ലാതെ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ സത്തയ്ക്ക് വേണ്ടിയോ അല്ല ഇപ്പോൾ കെ രാഗേഷും അല്ലെങ്കിൽ ഈ ഒരു പി ദിവ്യ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. ഉറപ്പായും ഈ ഒരു അന്വേഷണം വന്നാൽ ഉറപ്പായും വ്യക്തമായ നടപടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു അന്വേഷണം ഈ പി ദിവ്യക്കെതിരെയും അല്ലെങ്കിൽ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ആ ഒരു നേതാവിനെതിരെയും വരും. അതെങ്ങനെയെങ്കിലും മരവിപ്പിക്കുക എന്നുള്ളൊരു ദുഷ്ടലാക്കോട് കൂടിയുള്ള ഒരു പരിഭ്രാന്തിയുള്ള ആ ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ വിജയനും പിണറായി വിജയനും എതിരെ വന്നപ്പോൾ ഒരു ഇടി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടെ നടന്ന തെരുവ് യുദ്ധമൊക്കെ. അപ്പം CBI ഈ കേസ് CBI അന്വേഷിച്ച് വരികയാണെങ്കിൽ, ഏതെങ്കിലും കൊമ്പനെ പിടിക്കുകയാണെങ്കിൽ അതിലും വലിയ യുദ്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ലേ? ഈ ഒരു കേസിൽ, അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ കാരണഹേതുവായ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അട്ടിമറി നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഉറപ്പായും അവിടെ അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് അത്രയും വലിയ കലാപം ഉണ്ടാകുന്ന ആ ED റെയ്ഡ് ഉണ്ടല്ലോ, ആ ഏജൻസി തന്നെ ഇറങ്ങും. ആ ഏജൻസി ഇറങ്ങിയാൽ ഈ തിരുവനന്തപുരത്ത് നടന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു കലാപമായിരിക്കും കണ്ണൂർ നടക്കാൻ പോകുന്നത്. കാരണം അവരുടെ നേതാക്കളെ എല്ലാം തൊട്ട് കഴിഞ്ഞാൽ അവർ പോലീസാണെന്നോ പട്ടാളമാണെന്നോ ഒന്നും നോക്കില്ല. കാരണം ഇവരുടേതായിട്ടുള്ള ഒരു കേഡർ പാർട്ടി, ആ ഒരു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഗുണ്ട പാർട്ടി ഉണ്ടല്ലോ, അതിലൊരു കാരണവശാലും ഇപ്പോൾ ജഡ്ജി ആണെന്ന് പോലും നോക്കാതെ അവർ നടുറോഡിൽ കയറി പ്രതിഷേധിക്കും, ചിലപ്പോൾ കയ്യേറ്റം ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടില്ലേ, ഒരു വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി, ചീമുട്ടയേറുണ്ടായി. ഇതെല്ലാം ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവും. ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് എല്ലാത്തിനും മൂല കാരണം ഈ ഒരു പ്രമുഖനെ സംരക്ഷിക്കുക എന്നുള്ള ഈ ഒരു കാരണമാണ്. പി ദിവ്യയിലും പ്രശാന്തനാണെങ്കിലും പാർട്ടിയിലെ ചെറിയൊരു നേതാക്കളാണ്. അപ്പം അവരെ സംരക്ഷിക്കാൻ കെ രാഗേഷ് പോലുള്ള മുതിർന്ന നേതാവ് മുന്നിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ടെന്ന് ആർക്കും മനസ്സിലാവും ഇതിൽ പിന്നിൽ എന്തോ വലുതായിട്ടുണ്ടാകുന്നു. പി ദിവ്യ അത്ര ചെറിയ മീനല്ല. അവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആ ഒരു അധികാരം വെച്ച് അവർ വഴിവിട്ട നടപടികൾ അല്ലെങ്കിൽ വഴിവിട്ട ആ ഒരു പല കാര്യങ്ങൾക്കും ഇവർ തന്നെ മുന്നിട്ടിറങ്ങി ഒരു അഴിമതികൾ നടത്തിയിട്ടുണ്ട്. ഈ അഴിമതികളിലേക്കെല്ലാം CBI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്നാൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ഭാവി അവസാനിക്കും. കൂടാതെ അവർ എന്നേക്കുമായി ജയിലിനുള്ളിലേക്കാവും. മാത്രമല്ല, ഈ ഒരു പ്രശാന്തനെ ബിനാമി ആക്കിയിരിക്കുന്ന ആ ഒരു നേതാവുണ്ടല്ലോ, അത് ആരാണെന്ന് പുറം ലോകം അറിയാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. കാരണം ഇപ്പോൾ UDF സർക്കാരാണ് ഭരിക്കുന്നത്. ഇനി അവർ പറഞ്ഞ വാക്കുകളെല്ലാം ഈ ഒരു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നവീൻ ബാബുവിന് വേണ്ടിയുള്ള നീതിയും UDF സർക്കാരിലൂടെ തന്നെ പുറത്തേക്ക് വന്നാൽ ഏറ്റവും വലിയ മുഖത്തേറ്റടിയാവും ഈ കേരളത്തിലെ CPM എന്ന പാർട്ടിക്ക്.